ഹായ് ഫ്രണ്ട്സ്, ഇവാനി മിലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്ന ബ്രെഡ് പൊരിച്ചതാണ്. നോർമലി എല്ലാവർക്കും അറിയാവുന്നൊരു പലഹാരമാണ്, നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്നൊരു ചൂടായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്രെഡ് എടുക്കുന്നുണ്ട്. മിൽക്ക് ബ്രെഡാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് ബ്രെഡാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ഞാനൊരു 5, 6, 7, 8 ബ്രെഡോളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 3/4 ഗ്ലാസ്സോളം മൈദപ്പൊടി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അരിപ്പൊടി വേണം. അരിപ്പൊടി നമുക്ക് അധികമൊന്നും വേണ്ട, ഒരു 2 ടീസ്പൂൺ മതി. അരിപ്പൊടി ചേർത്താൽ കുറച്ച് ക്രിസ്പിയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അരിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കളറായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ എള്ളുണ്ട്, എള്ള് ചേർത്ത് കൊടുക്കുക. എള്ള് നമുക്ക് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എള്ളിട്ടാൽ കാണാനൊരു ഭംഗിയായിരിക്കും, പിന്നെ അത് കടിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം, വീഡിയോ സപ്പോർട്ടൊക്കെ ചെയ്തു തരണം കേട്ടോ. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനിത് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്റർ വേണ്ട, നമുക്ക് ജസ്റ്റ് ലൂസായിട്ടൊക്കെ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കട്ടിയായിട്ടിരിക്കണേ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവായി കഴിയുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് ബാക്കി നമുക്ക് പാനൊക്കെ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മുക്കി പൊരിക്കണ വിധത്തിലൊന്നും ഒഴിക്കണില്ല, അത്യാവശ്യം 2 സൈഡും മൊരിയണ വിധത്തിലാണ് ഒഴിക്കുന്നത്. ഞാൻ ബ്രെഡിനൊന്ന് 2ആയിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിന് പൊരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കുള്ളൂ. മുഴുവനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അത് ബാറ്ററി എല്ലായിടത്തായി നന്നായിട്ട് മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ കളറ് ബ്രൗൺ കളറൊന്നും ആക്കണില്ല, ആ ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ തന്നെ 2 സൈഡും മൊരിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണമെന്നില്ല. മൈദയുമാണ്, നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ബ്രെഡും ആണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ എള്ളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുമായിരിക്കുള്ളൂ. ഇത് ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടിഷ്യൂ ഒക്കെ വെച്ചൊരു പ്ലേറ്റിലേക്കാണ് മാറ്റണം. അപ്പോൾ എണ്ണ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അത് അതിനകത്തേക്ക് വലിച്ചെടുത്തോളൂല്ലോ. ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കിയൊക്കെ നോക്കണം. അപ്പോൾ ഇതേ മോള് സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ബൈ.